ഹലോ, ഇന്ന് നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ നമ്മുടെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റിലെ ജോഗ്രഫി പോർഷനാണ്. അതിൽ 6ാമത്തെ ചാപ്റ്ററായ ആകാശകണ്ണുകളും അറിവിൻ്റെ വിശകലനവും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് റിമോട്ട് സെൻസിങ് അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ സാറ്റലൈറ്റുകൾ അതിനൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. എല്ലാ തവണയും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു മെയിൻ ചാപ്റ്റർ കൂടിയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. നോക്കാം. ഫസ്റ്റ് നമുക്ക് ചാപ്റ്റർ നോക്കാം. ഇനി 6ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ പേര് ആകാശകണ്ണുകളും അറിവിന്റെ വിശകലനവും. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് ഭൗമോപരിതലത്തിലെ സവിശേഷതകളെ ഭൂപടത്തിൽ ചിത്രീകരിക്കുന്നതും തുടർന്ന് വിശകലനം ചെയ്യുന്നതും സംബന്ധിച്ചുള്ള വസ്തുതകൾ നിങ്ങൾ ഇതിനോടകം മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള നമ്മുടെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് ഭൂപടങ്ങൾ നിരീക്ഷിക്കുന്നത്, ഏതൊക്കെ ടൈപ്പ് ഭൂപടങ്ങളാണുള്ളത്, അതിന്റെ യൂസ് എന്താണ്, അതിന്റെ കളർ പാറ്റേൺ എന്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമുക്കത് അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ മുന്നേ ഉള്ള ഒരു ചാപ്റ്ററിലാണ് ഭൂപടങ്ങൾ, അതേപോലെ എങ്ങനെയാണ് ഭൂമിയിൽ നിന്ന് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നത്, ഏതൊക്കെയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ജോഗ്രഫി അല്ലെങ്കിൽ എങ്ങനെയാണ് ഭൂമിശാസ്ത്ര പഠനം കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുക എന്നതാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളുടെ ഉപയോഗവും എങ്ങനെയാണ് ഭൗമശാസ്ത്ര പഠനത്തെ കൂടുതൽ മനുഷ്യ സ്പർശിയാക്കുന്നത് എന്ന് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇവരോട് കൊടുത്തിരിക്കുന്നത്, കുട്ടികൾക്ക് വേണ്ടി കൊടുത്താണ്. ഓക്കെ, നമുക്കിനി അടുത്ത പോർഷൻ നോക്കാം. വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിങ്. ഓക്കെ, ഇനി എന്നാണ് ഈ ഒരു റിമോട്ട് സെൻസിങ്ങിന്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് 19ാം നൂറ്റാണ്ടിലാണ്. എന്നാണ് 19ാം നൂറ്റാണ്ടിൽ ഛായാഗ്രഹണം കണ്ടെത്തിയതോടെ വിവരശേഖരണത്തിന് ഒരു വലിയ മാറ്റത്തിന് തുടക്കമായി. ഓക്കെ, തുടർന്ന് ബലൂണുകളിലും വിമാനങ്ങളിലും ക്യാമറകൾ സ്ഥാപിച്ച് ഉയർന്ന തലങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. 1960-ലാണ് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വിവരശേഖരണം ആരംഭിക്കുന്നത്. ക്യാമറകളോടൊപ്പം വിവരശേഖരണത്തിനായി വിവിധ തരം സ്കാനറുകളും ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്രകാരം ഒരു വസ്തുവിനെയോ ഒരു പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം. അപ്പോൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താന്ന് മനസ്സിലാക്കാൻ ആണെങ്കിൽ, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഉള്ളൊരു ഫോണ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ കയ്യിലൊരു ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ തൊട്ട് മുമ്പിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ഫോട്ടോ എടുക്കുകയാണ്. നമ്മൾക്ക് ആ ഒരു ഒബ്ജക്റ്റ് എന്താണെന്ന് അറിയില്ല, കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്തിന്റെ ഫോട്ടോ എടുക്കുകയാണ്. അവിടെ എന്താണ് ഉള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് അത്ര ദൂരെ ആയിട്ട് കണ്ണുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫോൺ കൊണ്ട് ഒരു സ്ഥലത്തിന്റെ ഫോട്ടോ എടുക്കുന്നു. എന്നിട്ട് അത് നമ്മൾ സൂം ചെയ്തിട്ട് അവിടെ ഇന്ന സാധനങ്ങളുണ്ട്, ഇന്ന ബിൽഡിങ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ചെയ്തത്, നമ്മൾ അത്രയും ദൂരെ പോയിട്ട് അവിടെ വീടുണ്ടോ, അതേപോലെ മരം ഉണ്ടോ, കിണറുണ്ടോ, അല്ലെങ്കിൽ എന്താണ് കുട്ടികൾ കളിക്കുന്നുണ്ടോ, അതൊന്നും നമ്മൾ എന്താണ് അവിടെ പോയിട്ട് നോക്കിയിട്ടല്ല വന്നത്. നമ്മുടെ കയ്യിലുള്ള ഒരു ഡിവൈസ്, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആയ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് അതിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് യഥാർത്ഥത്തിൽ പോയിട്ടില്ല, അവിടെ പോയിട്ട് അവിടെയുള്ള വസ്തുക്കളൊന്നും തൊട്ടിട്ടില്ല അല്ലെ, തൊട്ട് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഒബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രദേശത്തെയോ അല്ലെങ്കിൽ ഒരു പ്രതിഭാസം, ഇപ്പൊ ചുഴലിക്കാറ്റിന്റെ ഫോട്ടോ ഒരു എന്താ പറയുക, ഒരു 10-300 മീറ്റർ ഒക്കെ, അത്രയൊന്നും ദൂരത്തിൽ കേട്ടോ എടുക്കുക കറക്റ്റ്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഇതേപോലെ സെൻസറുകളും സ്കാനറും വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അത്രയും ദൂരത്തുള്ള ഒരു പ്രതിഭാസമോ ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ എന്തോ ആയിക്കോട്ടെ അതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അതിനെ തൊടാണ്ട് അതിന്റെ മേൽ സ്പർശിക്കാതെ, അതായത് സ്പർശബന്ധം കൂടാതെ അതിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് നമ്മൾ വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അതിന്റെ പേരിൽ തന്നെയുണ്ട് വിദൂര സംവേദനം. എന്താണ് ദൂരത്തുള്ള ഒരു സാധനത്തിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അതിനെ തൊടാതെ എടുക്കുന്നതാണ്, അതിന് സ്പർശബന്ധം കൂടാണ്ട് എടുക്കുന്നതാണ് വിദൂര സംവേദനം. ഇനി നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയായിരുന്നു ആവശ്യം ഉണ്ടായിരുന്നത്? നമ്മുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നു അല്ലെ, ആ ഫോണിന്റെ അകത്തൊരു ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ക്യാമറകളോടൊപ്പം വിവരശേഖരണത്തിനായി വിവിധ തരം സ്കാനറുകളും ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ എന്താണ്, നമ്മുടെ ഫോണിന്റെ ക്യാമറ അതിന്റെ കൂടെ സ്കാനറുകൾ, ഇതൊക്കെ എന്തിനു ഉപയോഗിക്കുന്നതാണ്, വിവരശേഖരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ജസ്റ്റ് വിവരശേഖരണം എന്താണെന്ന് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ സൂം ചെയ്തിട്ടും സൂം ഔട്ട് ചെയ്തിട്ടും ഒക്കെ നോക്കുന്നത് ആലോചിച്ചാൽ മതി. അപ്പൊ അത് തന്നെയാണ് വിദൂര സംവേദനം എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്,
നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാമറകൾ ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ അതിൻ്റെ കൂടെ സ്കാനറുകളും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് സെൻസേഴ്സ് അല്ലെങ്കിൽ എന്താണ് സംവേദകങ്ങൾ? നമ്മൾ മലയാളത്തിൽ പഠിച്ചു വെക്കണം. ഡിഗ്രി ലെവലിലുള്ള ആൾക്കാർ ഇംഗ്ലീഷ് കൂടി ഒന്ന് നോക്കി വെക്കണം. അപ്പോൾ ഓക്കെ, ഇനി എന്താണ് സംവേദകങ്ങൾ അഥവാ സെൻസേഴ്സ് എന്നാണ് പറയുന്നത്? വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളാണ് സംവേദകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ എക്സാമ്പിൾ, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം, എന്തെങ്കിലും സാധനത്തിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്തൊരു ഒബ്ജക്റ്റ്, ഇപ്പൊ നമ്മുടെ ഫോണ്, അതെന്താണ് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അതിന് നമുക്കൊരു സെൻസർ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ക്യാമറകളും സ്കാനറുകളും സംവേദനങ്ങളാണ്. ക്യാമറകളും സ്കാനറുകളും എന്താണ്? സംവേദനങ്ങൾക്ക് ഉദാഹരണമാണ്, സെൻസേഴ്സിന് ഉദാഹരണമാണ് എന്ന് അർത്ഥം. ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? അത് എങ്ങനെയാണ് ഇനി ഈ സെൻസേഴ്സ് ഈ ഒരു ഒബ്ജക്റ്റിനെ ഡിറ്റക്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്ന, ഇവിടെയാണ് വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്ന വൈദ്യുത കാന്തിക വികിരണത്തെ, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ സംവേദകം പകർത്തത് എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഒരു ഇലയുടെ ഫോട്ടോ നമ്മൾ എടുക്കുകയാണ് എന്ന് വിചാരിച്ചോ. ഒരു ഇലയുടെ ഫോട്ടോ നമ്മൾ എടുക്കുമ്പോൾ ആ ഇല ഒരു കളർ എമിറ്റ് ചെയ്യുന്നുണ്ട്. അത് എല്ലാ കളറിനെയും ആഗിരണം ചെയ്തിട്ട് അത് പച്ച നിറത്തെ മാത്രം എന്താണ് പുറത്തേക്ക് പ്രതിഫലിക്കുന്നുണ്ട്. അപ്പൊ അതിനെ കൊണ്ടുവരുന്ന ഒരു വൈദ്യുത കാന്തിക വികിരണം, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അതിൻ്റെ അകത്തുനിന്ന് വരുന്ന, അല്ലെങ്കിൽ അതിൽ തട്ടിയിട്ട്, ഇപ്പൊ സൂര്യന്റെ പ്രകാശം കൊണ്ടിട്ടാണ് എല്ലാ വസ്തുക്കളും എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ സൂര്യന്റെ പ്രകാശം ആ വസ്തുവിൽ തട്ടി, ആ ഒരു വികിരണം ആ വസ്തുവിൽ തട്ടി അതിനെ എന്താണ് പ്രതിഫലിപ്പിക്കുകയാണ് എല്ലാ വസ്തുക്കളും ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അതന്നെയാണ്, അങ്ങനെ പ്രതിഫലിപ്പിക്കുന്ന ആ ഒരു വൈദ്യുത കാന്തിക വികിരണം അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ് ഓരോ സെൻസേഴ്സും പകർത്തുന്നത്. ഓരോ സെൻസേഴ്സും പകർത്തുന്നതാണ് ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ് പകർത്തുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്ന വൈദ്യുത കാന്തിക വികിരണത്തെയാണ് സംവേദകങ്ങൾ പകർത്തുന്നത് എന്നാണ് പറയുന്നത്. ഈ സംവേദകങ്ങൾ എവിടെയാണ് വെച്ചിരിക്കുന്നത്? സംവേദകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലത്തെ നമ്മൾ പ്ലാറ്റ്ഫോം എന്നാണ് വിളിക്കുന്നത്. എന്താണ് പ്ലാറ്റ്ഫോം എന്നാണ് വിളിക്കുന്നത്? അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ, ഒരു എന്താ പറയാ, ഹൈഡ്രജൻ ബലൂണ് ഇവിടെ പറഞ്ഞിരിക്കുന്നല്ലോ. ഇവിടെ ബലൂണുകളിലും വിമാനങ്ങളിലും ക്യാമറകൾ സ്ഥാപിച്ച് ഉയർന്ന തലങ്ങളിൽ ഫോട്ടോ എടുക്കുന്നു. അപ്പൊ അവിടെ എന്താണ്? ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ബലൂണുകളിലും വിമാനങ്ങളിലുമാണ്. അപ്പൊ എവിടെയാണോ ക്യാമറ നമ്മൾ വെക്കുന്നത് അതിനെയാണ് നമ്മൾ പ്ലാറ്റ്ഫോം എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ എവിടെയാണോ സെൻസർ നമ്മൾ വെക്കുന്നത് അതിനെയാണ് നമ്മൾ പ്ലാറ്റ്ഫോം എന്ന് വിളിക്കുന്നത്. സംവേദകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലത്തെയാണ് നമ്മൾ പ്ലാറ്റ്ഫോം എന്ന് വിളിക്കുന്നത്. ബലൂണുകൾ, ഉപഗ്രഹങ്ങൾ എന്നിവയിലൊക്കെ സംവേദകങ്ങൾ സ്ഥാപിക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു ജില്ലേന്റെ മൊത്തം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? അതിന്റെ ഫോട്ടോ വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എയ്റോപ്ലെയിനിൽ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യും. എന്നിട്ട് അപ്പൊ ക്യാമറ ഫിറ്റ് ചെയ്യുന്നത് എയ്റോപ്ലെയിനാണ്. അപ്പൊ അവിടെ ഏതാണ് പ്ലാറ്റ്ഫോം? ക്യാമറ സെൻസർ ആണ്. പ്ലാറ്റ്ഫോം അവിടെ ഏതാണ്? എയ്റോപ്ലെയിൻ ആണ്. അപ്പൊ അങ്ങനെ ആ എയ്റോപ്ലെയിനെ പ്ലാറ്റ്ഫോം ആക്കിയിട്ട് ഒരു സ്കാനർ നമ്മൾ, അതായത് ഒരു ക്യാമറ നമ്മളതിൽ ഫിറ്റ് ചെയ്തു. എന്നിട്ട് നമ്മളൊരു ജില്ലേന്റെ മൊത്തം ഫോട്ടോ എടുക്കണം. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. സംവേദനങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലത്തെ നമ്മൾ പ്ലാറ്റ്ഫോം എന്ന് വിളിക്കും. വിമാനങ്ങൾ, അതേപോലെ ബലൂണുകൾ, ഉപഗ്രഹങ്ങൾ എന്നിവയിലൊക്കെ സംവേദനങ്ങൾ സ്ഥാപിക്കാം. ഇനി ഇവിടെ ഒരു ബോക്സ് എന്ന് കൊടുത്തിരിക്കുന്നത്, വിദൂര സംവേദനത്തിൽ ഊർജ ഉറവിടം അത്യന്താപേക്ഷിതമാണ്. ഇത് വൈദ്യുത കാന്തിക വികിരണങ്ങൾ ഉൾക്കൊള്ളുന്ന സൂര്യപ്രകാശമോ കൃത്രിമമായി സൃഷ്ടിക്കുന്ന പ്രകാശ സ്രോതസ്സോ ആകാം. അതായത് നമുക്ക് നമുക്കൊരു വസ്തുവിന്റെ ഫോട്ടോ എടുക്കാൻ വളരെ എളുപ്പമാണ് അല്ലെ? പകലെടുക്കാൻ വളരെ എളുപ്പമാണ്. അതായത് പകല് സൂര്യന്റെ വെളിച്ചം ഉള്ളതുകൊണ്ട് എന്താണ്, ആ ഒരു വെളിച്ചം ആ ഒരു വസ്തുവിൽ തട്ടിയിട്ട് പ്രതിഫലിച്ചു വരും. അപ്പൊ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിന്റെ ഫോട്ടോ നല്ല ക്ലിയറിലും ക്ലാരിറ്റിയിലും ഒക്കെ സൂര്യപ്രകാശത്തിൽ കിട്ടും. എന്നാൽ രാത്രി നമുക്ക് ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ എന്ത് വേണം? സൂര്യപ്രകാശം ഉണ്ടോ ആ സമയത്ത്? ഇല്ല. അപ്പൊ നമ്മൾ എന്താ ഉപയോഗിക്കുക? നമ്മുടെ ഫോണല്ലേ നമ്മുടെ സെൻസർ, നമ്മുടെ ഫോണിലല്ലേ ക്യാമറ ഉള്ളത്. അതിന്റെ കൂടെ എന്തുണ്ട്? നമുക്കൊരു ഫ്ലാഷ് ലൈറ്റ് കൂടി ഇല്ലേ? അപ്പൊ എന്താണ്, അവിടെ സൂര്യപ്രകാശം ഇല്ല നമുക്ക് ഫോട്ടോ എടുക്കാൻ, പക്ഷെ നമുക്ക് ലൈറ്റ് സോഴ്സ് കാണാം രാത്രിയിൽ ഫോട്ടോ എടുക്കാൻ. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ആരാണ് ലൈറ്റ് സോഴ്സ് ആയിട്ട്? നമ്മുടെ ഫോണിന്റെ ക്യാമറയുടെ അടിയിലുള്ള നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് ആണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് സൂര്യപ്രകാശമോ അല്ലെങ്കിൽ കൃത്രിമമായി സൃഷ്ടിച്ചിരിക്കുന്ന പ്രകാശമോ, സൂര്യപ്രകാശമോ അല്ലെങ്കിൽ കൃത്രിമമായി സൃഷ്ടിക്കുന്ന പ്രകാശമോ വസ്തുക്കളിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശത്തിന്റെ പ്രതിഫലനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വിദൂര സംവേദന പ്രക്രിയ സാധ്യമാക്കുന്നത്.
ഓക്കെ, അത് മനസ്സിലായില്ലേ? ഇനി എന്താണ്, ഒരു ക്യാമറ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുമ്പോൾ ക്യാമറ ഒരു സംവേദകമായും ക്യാമറയിൽ നിന്നും പുറപ്പെടുന്ന ഫ്ലാഷ് കൃത്രിമമായി സൃഷ്ടിച്ച ഊർജവുമാണ്. അതായത് സൂര്യന്റെ പ്രകാശം എന്ന് പറയുന്നത് നാച്ചുറൽ ലൈറ്റ് ആണ്, അതിൽ കൃത്രിമമൊന്നുമില്ല അല്ലെ. നമ്മുടെ ഫോണിൽ നിന്ന് വരുന്ന ഫ്ലാഷ് ലൈറ്റ് ആണ് കൃത്രിമമായിട്ടുള്ള ലൈറ്റ്. ഇനി വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്നതും വികിരണം ചെയ്യപ്പെടുന്നതുമായ വൈദ്യുത കാന്തിക തരംഗങ്ങളെയാണ് വിദൂര സംവേദന സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് ഈ ഒരു ലൈറ്റ് ആ ഒരു ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് തിരിച്ചു വരണം, അതാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്. ആ ഒരു ലൈറ്റ് നമ്മുടെ സെൻസറിൽ വന്ന് പതിക്കുമ്പോഴാണ് നമ്മുടെ സെൻസറിന് ആ ഒരു വസ്തുവിന്റെ ഫോട്ടോ എടുക്കാനും അത് എന്താണെന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പൊ എന്താണ്, അപ്പൊ നേരിട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൃത്രിമമായിട്ട് കൊടുക്കുന്നതോ ആയിട്ടുള്ള ലൈറ്റ് സോഴ്സ് ആ ഒരു വസ്തുവിൽ തട്ടി ആ ഒരു ലൈറ്റ് സോഴ്സ് ആ വസ്തു തിരിച്ച് പ്രതിഫലിപ്പിക്കുമ്പോൾ എന്ത് വരും, വൈദ്യുത കാന്തിക തരംഗങ്ങളായിട്ട് വരും. ആ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് നമ്മൾ റിമോട്ട് സെൻസിങ്ങിൽ സെൻസറുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതാണ് സെൻസറുകൾ ക്യാപ്ചർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഊർജത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിദൂര സംവേദനത്തെ രണ്ടായി തിരിക്കാം. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഊർജം എന്താണ്, നമ്മുടെ സൺലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാഷ് ലൈറ്റ്, അതാണ് നമ്മുടെ ഊർജം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായി തിരിക്കാം. അതാണ് പ്രത്യക്ഷ വിദൂര സംവേദനം, അതേപോലെ പരോക്ഷ വിദൂര സംവേദനം. ഇത് രണ്ടിന്റെ ഫോട്ടോ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ പേരൊന്ന് കാണാതെ പഠിക്കുക, അതിന്റെ എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഓക്കെ, അപ്പൊ എന്താണ് പരോക്ഷ വിദൂര സംവേദനം അഥവാ പാസീവ് റിമോട്ട് സെൻസിങ്? ഈ ഒരു ചിത്രത്തിൽ കണ്ടോ, ഇവിടെ എന്താണ്, സൂര്യനുണ്ട്. ആ സൂര്യന്റെ ലൈറ്റ്സ് നേരെ ഭൂമിയിലേക്കാണ് വന്ന് പതിക്കുന്നത്. എന്നിട്ട് ആ ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ആ ലൈറ്റ് നേരെ ഒരു സെൻസറാണ്, അതായത് സെൻസർ ഒരു സാറ്റലൈറ്റിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ സാറ്റലൈറ്റ് നേരെ ക്യാപ്ചർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, സൂര്യന്റെ നാച്ചുറൽ ലൈറ്റ് ഭൂമിയിലെ ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് ആ ലൈറ്റ് പ്രതിഫലിപ്പിച്ചിട്ട് ഉള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേസ് ആരെടുക്കുന്നു, നമ്മുടെ സാറ്റലൈറ്റ് എടുക്കുന്നു. ഇതിനെയാണ് പരോക്ഷ വിദൂര സംവേദനം എന്ന് പറയുന്നത്. അതായത് കൃത്യമല്ല, ഒറിജിനൽ ലൈറ്റ് അല്ലെങ്കിൽ നാച്ചുറൽ ലൈറ്റ് സൗരോർജത്തിന്റെ സഹായം, ഇവിടെ പറയുന്നുണ്ട് സൗരോർജത്തിന്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പരോക്ഷ വിദൂര സംവേദനം. ഇവിടെ എന്താണ്, സംവേദകം സ്വയം ഊർജം പുറപ്പെടുവിക്കുന്നില്ല. അതായത് സംവേദകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പറയുന്ന സാറ്റലൈറ്റ് ആണ്. ഈ സാറ്റലൈറ്റ് ഇവിടുന്ന് വല്ല ഊർജം പുറപ്പെടുവിക്കുന്നുണ്ടോ? ഇല്ല. സാറ്റലൈറ്റ് അവന്റെ ഒരു സ്വന്തമുള്ള ഊർജ്ജം ഒന്നും കൊടുക്കുന്നില്ല. എവിടുന്നാണ് അതിന് ഊർജ്ജം വരുന്നത്? സണ്ണിൽ നിന്നാണ് തട്ടിയിട്ട് ഊർജ്ജം വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പാസീവും ആക്റ്റീവും റിമോട്ട് സെൻസിങ് നോക്കുമ്പോൾ ആരെയാണ് ബേസ് ആക്കി വെക്കേണ്ടത്? നമ്മുടെ എന്താ പറയുക, സാറ്റലൈറ്റിനെയാണ് അല്ലെങ്കിൽ സെൻസറിനെയാണ് ബേസ് ആക്കി വെക്കേണ്ടത്. അപ്പോൾ പാസീവ് എന്ന് പറഞ്ഞാൽ പരോക്ഷമാണ്. പരോക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസർ യാതൊരുവിധ ഊർജവും കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ആക്റ്റീവ് റിമോട്ട് സെൻസിങ് അഥവാ പ്രത്യക്ഷ വിദൂര സംവേദനം നോക്കാം. ഇവിടെ കണ്ടോ, ഇവിടെ എന്താണ്, ഈ ഒരു സെൻസറിന്ന് ഭൂമിയിലേക്ക് എനർജി അഥവാ ലൈറ്റ് സോഴ്സ് പോകുന്നുണ്ട്. ആ ലൈറ്റ് ഭൂമിയിലുള്ള വസ്തുവിൽ തട്ടിയിട്ട് നേരെ എങ്ങോട്ട് തന്നെ പോകുന്നുണ്ട്, സെൻസറിലേക്ക് പോകുന്നുണ്ട്. സെൻസർ ആ ഇലക്ട്രോമാഗ്നറ്റിക് റേസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, അത് എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് സെൻസർ എന്താണ് വസ്തു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, സെൻസറിന് സ്വന്തമായിട്ട് ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്. അതാണ് ആക്റ്റീവ് സെൻസിങ്. നമ്മുടെ സ്വന്തം പൈസ നമ്മൾ ചെലവാക്കുന്നത് ഭയങ്കര ആക്റ്റീവ് ആവും അല്ലെ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പിടിച്ചിട്ടൊക്കെ ചെലവാക്കുക. നമ്മുടെ സ്വന്തം പൈസ ആണെങ്കിൽ അപ്പൊ നമ്മൾ പൈസ വല്ലാണ്ട് ചെലവാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആവും. വേറെ പൈസ നമ്മൾ ഇഷ്ടം പോലെ ആവശ്യമാക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ ഓക്കെ, ഇവിടെ തന്നെ ആക്റ്റീവ് റിമോട്ട് സെൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പൈസ നമ്മൾ വല്ലാണ്ട് ചെലവഴിക്കാതിരിക്കാനായിട്ട് നമ്മൾ ആക്റ്റീവായിട്ട് ആക്റ്റീവ് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്, സംവേദകം പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിന്റെ അഥവാ ഊർജത്തിന്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദനം. അപ്പോൾ ഇത് ഒന്നും വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇത്ര ഓർത്താൽ മതി. രണ്ട് തരത്തിലാണ് വിദൂര സംവേദനം ഉള്ളത്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ ഒരു സെൻസറിന്റെ അകത്തുനിന്ന് വരുന്ന അല്ലെങ്കിൽ സെൻസറിലേക്ക് കിട്ടുന്ന ഊർജത്തിന്റെ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഒന്ന് പരോക്ഷം, ഒന്ന് പ്രത്യക്ഷവും, അഥവാ പാസീവും ആക്റ്റീവും. ഇനി ആക്റ്റീവ് ഒന്ന് പഠിച്ചേക്കാം. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ സെൻസർ സ്വയം ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ട് ഫോട്ടോ എടുത്തിട്ട് അതിന് വിശകലനം ചെയ്യുന്നതാണ് എന്ത്, ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അപ്പൊ സ്വന്തം ലൈറ്റ് യൂസ് ചെയ്യുക, അതാണ് ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നമ്മൾ ആക്റ്റീവ് ആയിട്ട് ചെയ്യില്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ സ്വന്തം ലൈറ്റ് സോഴ്സ് യൂസ് ചെയ്യുന്നതാണ് എന്താണ്, ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. ഒന്ന് പഠിച്ചാൽ മതി, മറ്റത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. ഓക്കെ, ഇനി
പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അടുത്ത വർഗീകരണം. നമ്മൾ പറഞ്ഞു എന്താണ്, എവിടെയാണോ ക്യാമറ വെക്കുന്നത്, എവിടെയാണോ സ്കാനർ വെക്കുന്നത്, അതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അത് 3 തരത്തിലാണ്. അതായത് ഭൂതല ഛായാഗ്രഹണം, ആകാശീയ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം. ഇതൊക്കെ പേര് വായിച്ചാൽ തന്നെ നമുക്ക് എന്താണെന്ന് മനസ്സിലാവും. ഇനി നോക്കാം, ഭൂതല ഛായാഗ്രഹണം. ഇവിടെ എന്താ പറയുന്നത്, ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല ഛായാഗ്രഹണം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ ഒരു ഫോട്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്, ഒരാള് ക്യാമറ ഉപയോഗിച്ചിട്ട് എന്താണ് ഭൂമിയിലുള്ള ഒരു കുന്നിന്റെ ഫോട്ടോ എടുക്കുകയാണ്. അതായത് ഭൂപ്രതലത്തിലെ ഭൂമിയിലുള്ള ഒരു വസ്തുവിന്റെ ഫോട്ടോ നമ്മൾ എന്താണ് നമ്മുടെ കയ്യിലുള്ള ക്യാമറ ഉപയോഗിച്ച് എടുക്കുന്നു. അതാണ് വലിയ ഏരിയ ഒന്നുമില്ല, ഏറ്റവും ചെറിയ മിനിമൽ ഏരിയയാണ് ഇവിടെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തേക്ക് നോക്കി നോക്കൂ, ആകാശീയ വിദൂര സംവേദനം. എന്താണ്, വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്തോടെ ആകാശത്ത് നിന്ന് ഭൂതലത്തിന്റെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം എന്ന് പറയുന്നത്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ എന്താണ്, നമുക്ക് ബലൂണുകളിൽ ക്യാമറ ഫിറ്റ് ചെയ്യാം, എയറോപ്ലെയിനിൽ ക്യാമറ ഫിറ്റ് ചെയ്യാം. അപ്പൊ എന്താണ്, ഇവിടെ ആകാശീയ വിദൂര സംവേദനം ആകാശത്ത് കൂടെ പോകുന്ന ഒരു ഹെലികോപ്റ്ററിലോ അല്ലെങ്കിൽ ഒരു പ്രധാനമായിട്ടും വിമാനത്തിലാണ് മെയിനായിട്ട്. ഇപ്പൊ വിമാനത്തിലോ ഒരു ക്യാമറ ഘടിപ്പിച്ചിട്ട് ഒരു അത്യാവശ്യം കുറച്ച് വലിയ ഒരു ഏരിയ അല്ലെങ്കിൽ ചെറിയ ഒരു എന്താ പറയാ, നേരത്തെ നമ്മൾ എടുത്ത ജസ്റ്റ് ഒരു ഭൂമിയിലെ ഒരു ഒബ്ജക്റ്റിന്റെ മാത്രമല്ല കുറച്ചൊരു സൈസ് കൂടിയ ഒരു ഏരിയ നമുക്ക് ക്യാപ്ചർ ചെയ്യാനുള്ളതാണ് ഇതിന് ആകാശീയ വിദൂര സംവേദനം എന്ന് പറഞ്ഞാല്. ഓക്കെ, ഇനി ഉപഗ്രഹ വിദൂര സംവേദനം. അത് പേരിൽ തന്നെയുണ്ട് എന്താണത്, ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കൃത്രിമ ഉപഗ്രഹങ്ങൾ അഥവാ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ വിദൂര സംവേദനം നടത്തും. കൃത്രിമ ഉപഗ്രഹങ്ങളെ ഘടിപ്പിച്ചിരിക്കുന്ന സംവേദനങ്ങൾ വഴി വിവര ശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം. ഇനി ഇവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്ന്. അപ്പൊ ഭൂതല ഛായാഗ്രഹണം നമ്മുടെ കോവളം ബീച്ചിന്റെ ഫോട്ടോ ആണ്. കോവളം ബീച്ചിന്റെ നമ്മുടെ ലൈറ്റ് ഹൗസിന്റെ ഒരു ഫോട്ടോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ്, ഭൂതല ഛായാഗ്രഹണമാണ്. ഭൂമിയിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ഫോട്ടോ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസിൽ നിന്നിട്ട് എടുത്തിരിക്കുന്നു. ഇവിടെ ഒരു പാർക്കിന്റെ ഫോട്ടോ ആകാശീയ വിദൂര സംവേദനം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ എന്താണ്, ഉപഗ്രഹ വിദൂര സംവേദനം. ഇവിടെ ചുഴലിക്കാറ്റാണ്, സൈക്ലോൺ ആണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ നമുക്ക് നമ്മുടെ സ്വന്തം ക്യാമറയിലോ അല്ലെങ്കിൽ വിമാനത്തിലോ ഒരു സ്കാനർ വെച്ചാൽ നമുക്ക് ഈ ഒരു ചുഴലിക്കാറ്റിന്റെ ഫോട്ടോ കിട്ടുമോ? ഇല്ല. അതിനെന്ത് വേണം, സാറ്റലൈറ്റിനെ വേണം. അപ്പൊ വലിയൊരു ഏരിയ കവർ ചെയ്യാനാണ് നമ്മൾ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ആകാശീയ വിദൂര സംവേദനം. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ആകാശീയ വിദൂര സംവേദനത്തിന് നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവരശേഖരണത്തിനാണ് ആകാശീയ വിദൂര സംവേദനം നാം ആശ്രയിക്കാറ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വരികയാണ്, താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവരശേഖരണത്തിനാണ് ആകാശീയ വിദൂര സംവേദനം നാം ആശ്രയിക്കാറ്. പോലെ അത് ശരിയാണ്. കാരണം എന്താ, ഇവിടെ നോക്കി നോക്ക്, ഇവിടെ ഒരു ജസ്റ്റ് ഒരു പാർക്കിന്റെ ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഒരു സൈക്ലോണിന്റെ ഒരു ഏരിയ കവർ ചെയ്തതിനെ നോക്കുമ്പോൾ അപേക്ഷിച്ചാണ് ഇവിടെ വളരെ കുറച്ച് ഏരിയയാണ് കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി ഏത് പ്രദേശത്തിന് വിവരശേഖരണം വേണമെങ്കിലും ഇത്തരത്തിൽ നടത്താം എന്നാണ് ഇതിന്റെ നേട്ടം. വിമാനം കടന്നു പോകുന്ന പ്രദേശങ്ങളുടെ തുടർച്ചയായ ചിത്രങ്ങൾ ലഭിക്കുന്നു എന്നും ഈ രീതിയുടെ മേന്മയാണ്. അപ്പോൾ വിമാനത്തിൽ ഒരു സ്കാനർ വെച്ചിട്ട് ഒരു ഏരിയന്റെ ഫോട്ടോസ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു പോവാം. അപ്പൊ നമുക്ക് എന്താണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടും. സ്റ്റീരിയോസ്കോപ്പിന്റെ സഹായത്താൽ ത്രിമാന തല വീക്ഷണം, അതായത് നമ്മുടെ 3D ഇമേജ് ഇല്ലേ, അത്രേ ഉള്ളൂ. ത്രിമാന തല വീക്ഷണം പറഞ്ഞാൽ 3D, അപ്പോൾ 3 ഡയമെൻഷണൽ പിക്ചർ. അപ്പോൾ 3D വിഷൻസ് ലഭ്യമാകുന്നതിനു വേണ്ടി ഓരോ ആകാശീയ ചിത്രത്തിനും തൊട്ടു മുൻപ് ചിത്രീകരിച്ച പ്രദേശത്തിന്റെ ഏകദേശം 60% ഭാഗം കൂടി പകർത്തിയെടുക്കാറുണ്ട്. ഇതിനെ ആകാശീയ ചിത്രത്തിലെ ഓവർലാപ്പ് എന്ന് വിളിക്കുന്നു. എന്തെങ്കിലും മനസ്സിലായോ? ഇല്ലെങ്കിൽ ഈ ഫോട്ടോയ്ക്ക് നോക്കാം. അതായത് ABC ഒരു ഏരിയന്റെ ഇത് തറനിരപ്പാണ്. ഈ തറനിരപ്പിൽ തൊട്ട് കുറച്ച് മുകളിലായിട്ട് നമ്മളൊരു വിമാനം ഉണ്ട്. വിമാനത്തിൽ എന്തുണ്ട്, നമ്മുടെ സ്കാനർ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ എന്തുണ്ട്, ക്യാമറ ഉണ്ട്. അപ്പൊ ഈ ഒരു വിമാനം ഇത്രയും ഏരിയന്റെ ഫോട്ടോ എടുക്കുകയാണ്. അപ്പൊ ഇത് എടുക്കുന്നത് 3 പിക്ചർ ആയിട്ടാണ് എടുക്കുന്നത്. ABC 3 പിക്ചർ ആയിട്ട് എടുത്തു. ഇനി ഇവിടെ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചാല്, ഈ എന്റെ ഏരിയ കണ്ടില്ലേ, ഈ എന്റെ ഏരിയന്റെ പകുതി കൂടുതൽ ഭാഗം എവിടെ പെട്ടിട്ടുണ്ട്, ഈ ബിയിൽ പെട്ടിട്ടുണ്ട്, ബി ഫോട്ടോയിൽ പെട്ടിട്ടുണ്ട്. അതേപോലെ ഈ ബി ഫോട്ടോന്റെ
പകുതി കൂടുതൽ ഭാഗം എവിടെയുണ്ട്? സിയിലും ഉണ്ട്. അതായത് എ എന്ന ഒരു ഫോട്ടോന്റെ 60% ഭാഗം ബി എന്ന ഫോട്ടോയിൽ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബി എന്ന ഫോട്ടോന്റെ അല്ലെങ്കിൽ ബി എന്ന ഏരിയന്റെ ഫോട്ടോയിലുള്ള 60% ഭാഗം എവിടെയുണ്ട്? സി എന്ന ഫോട്ടോയിലും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ 60%-ഓളം ഏകദേശം ആദ്യം അതായത് തൊട്ട് മുൻപ് ചിത്രീകരിച്ച പ്രദേശത്തിന്റെ ഏകദേശം 60%-ഓളം ഭാഗം കൂടി അടുത്ത ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അതിന്റെ കൂടെയും കൂടി പകർത്തിയെടുക്കുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? ആകാശീയ ചിത്രങ്ങളുടെ ഓവർലാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു കുട്ടി കണ്ടോ, സ്റ്റീരിയോസ്കോപ്പ്, അതായത് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത ഫോട്ടോസ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനറിയാണ് എന്ത്? സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്നത്. സ്റ്റീരിയോസ്കോപ്പിന്റെ സഹായത്തോടെയാണ് നമ്മളിങ്ങനെ ഓവർലാപ്പ് ചെയ്ത 3D ഇമേജസ് നമ്മൾ നോക്കുക. അതുകൂടെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഓവർലാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത്? അതായത് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഫോട്ടോ നമ്മൾ ആദ്യം എടുത്തു, എന്റെ ഫോട്ടോ എടുത്തു. അപ്പോൾ ഓവർലാപ്പ് ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, ഓവർലാപ്പ് ഇല്ലാതെ നമ്മൾ എ ബി സി മറ്റേ 3 സെപ്പറേറ്റ് ഫോട്ടോസ് എടുത്തു. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ, എ എന്നുള്ളതിന്റെ നമുക്ക് ഫോട്ടോ എടുത്തപ്പോൾ ജസ്റ്റ് വിമാനം ഒന്ന് ഷെയ്ക്ക് ആവേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നപ്പോൾ എന്റെ ഈ ഒരു ലാസ്റ്റ് ഒരു 10% നമുക്ക് കിട്ടിയില്ല. പിന്നെ ബി എവിടെ തുടങ്ങുന്നത്? ബി പിന്നെ ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഓവർലാപ്പ് ഇല്ലാത്ത കാര്യമാണ് പറയുന്നത്. ബി തുടങ്ങുന്നത് എവിടുന്നാണ്? എയും കഴിഞ്ഞിട്ടാണ് ബി തുടങ്ങുന്നുണ്ടാവുക. അപ്പൊ എന്താണ്, നമുക്ക് എന്റെ ഈ ഒരു ലാസ്റ്റ് ഭാഗം പോയി, അവിടെയുള്ള സാധനം നമുക്ക് അവിടെ എന്താ ഉള്ളത് നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നില്ല. അപ്പൊ അത് ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുന്നതും ആ ഒരു സ്ഥലത്തിന്റെ തുടർച്ച നഷ്ടപ്പെടാതെ ഇരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ട് ഫോട്ടോസ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു കുട്ടി സ്റ്റീരിയോസ്കോപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോസ് നോക്കുന്നുണ്ട്. ഇനി ഇതിൽ സ്റ്റീരിയോ പെയർ എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എയും ബിയും ഓരോ ഫോട്ടോസ് എടുത്തല്ലോ, ഒരേ പ്രദേശത്തിന്റെ ഒരു 60% അടങ്ങിയ 2 ഫോട്ടോസ് നമുക്കുണ്ട്. അതായത് എയും ബിയും ഒരേ സ്ഥലത്തിന്റെ 60% ഉണ്ട്. ഇതിനെയാണ് നമ്മൾ സ്റ്റീരിയോ പെയർ എന്ന് വിളിക്കുന്നത്. ഇവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളെ നമ്മൾ സ്റ്റീരിയോ പെയർ എന്ന് വിളിക്കുന്നു. ചിത്രത്തിൽ എയും ചിത്രം ബിയും അല്ലെങ്കിൽ ബിയും സിയും ഓരോ സ്റ്റീരിയോ പെയർ ആണ്. ഇവിടെ ഒരു കുട്ടി നോക്കുന്നുണ്ട് കണ്ടോ, 2 പിക്ചേഴ്സ്. ഈ 2 പിക്ചേഴ്സ് ആണ് ഒരു പെയറാണ്, അതൊരു സ്റ്റീരിയോ പെയർ ആണ്. അതായത് ഈ ഒരു എ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രത്തിന്റെ 60% എവിടെ ഉണ്ടായിരിക്കും? ഈ തൊട്ടപ്പുറത്തുള്ള ഫോട്ടോയിലും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാണ്ട് കറക്റ്റ് ആയിട്ട് നോക്കാം. അപ്പൊ ഇവിടെ എന്താണ് സ്റ്റീരിയോ പെയർസ് ഏതൊക്കെയാണ്? എയും ബിയും ഒരു സ്റ്റീരിയോ പെയർ, ബിയും സിയും അടുത്ത സ്റ്റീരിയോ പെയർ ആണ്. ഓക്കെ, അടുത്തെന്താ പറയുന്നത്? ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ്. നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, സ്റ്റീരിയോ പെയറിനെ സ്റ്റീരിയോസ്കോപ്പിലൂടെ വീക്ഷിക്കുമ്പോൾ ഉൾപ്പെട്ട പ്രദേശത്തിന്റെ ത്രിമാന ദൃശ്യം ലഭിക്കുന്നു. അതായത് 3D ഇമേജ് നമുക്ക് ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ലഭ്യമാകുന്ന ത്രിമാന ദൃശ്യത്തെ സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മെഷീനാണ്. സ്റ്റീരിയോ പെയർ പറഞ്ഞാൽ ഓവർലാപ്പോട് കൂടിയ ഒരു പെയറിനെയാണ് നമ്മൾ 2 ചിത്രത്തെയാണ് നമ്മൾ സ്റ്റീരിയോ പെയർ എന്ന് വിളിക്കുക. ആ സ്റ്റീരിയോ പെയറിലുള്ള ചിത്രത്തിനെ നമുക്ക് 3D ആയിട്ട് കാണാനാണ് നേരത്തെ പറഞ്ഞ സ്റ്റീരിയോസ്കോപ്പ് യൂസ് ചെയ്യുക. അങ്ങനെ സ്റ്റീരിയോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു 3D ഇമേജിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് വിളിക്കുന്നത്. ഇത്രയാണ് അവിടെ പറയുന്നത്. ഇനി എന്താ പറയുന്നിരിക്കുന്നത്? ആകാശീയ വിദൂര സംവേദനത്തിന് ധാരാളം മേന്മകൾ ഉണ്ടെങ്കിലും ചില പോരായ്മകളുണ്ട് അല്ലെ? ഇപ്പൊ നമുക്ക് നല്ലതുണ്ടെങ്കിൽ ചീത്തതുണ്ട്. അപ്പൊ ആകാശീയ വിദൂര സംവേദനത്തിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വിമാനത്തിന് പറന്നുയരാനും ഇറങ്ങാനും തുറസായ സ്ഥലം ആവശ്യമാണ്. അതേപോലെ എന്താണ്? ഇന്ധനം നിറയ്ക്കാൻ ഇടയ്ക്ക് വിമാനം നിലത്തിറങ്ങുന്നത് വലിയ ചെലവുള്ള ഒരു കാര്യമാണ്. അതേപോലെ വിസ്തൃതമായ പ്രദേശങ്ങളുടെ ചിത്രീകരണത്തിന് പ്രായോഗികമല്ല. വിമാനത്തിൽ ഉണ്ടാകുന്ന കുലുക്കം ചിത്രങ്ങളുടെ ഗുണമേന്മയെ ബാധിക്കും. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഓർത്താൽ മനസ്സിലാവും. ഇതൊക്കെ ലോജിക്ക് നമുക്ക് കിട്ടാവുള്ളൂ. എന്താണ്? ഇപ്പൊ വിമാനം പറന്നു ഉയരാനും ഇറങ്ങാനൊക്കെ എന്താണ് നമുക്ക് വലിയ റൺവേസ് വേണം. അത് എല്ലായിടത്തും റൺവേസ് അങ്ങനെ ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ തുറസായ ഗ്രൗണ്ടോ വലിയ ടെറസോ ഒന്നും ഉണ്ടാവണമെന്നില്ല. അങ്ങനെ അതൊരു പ്രശ്നം. അതേപോലെ വിമാനത്തിന് ഇന്ധനം കഴിഞ്ഞ എന്താണ് നമ്മൾ അതിൽ കുറച്ച് ഇന്ധനം അതിൽ നിറയ്ക്കണം. സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്തെത്തുമ്പോൾ എഞ്ചിന്റെ എഞ്ചിനല്ല
ഗ്യാസിനോ അല്ലെങ്കിൽ അതേപോലെ ഇന്ധനത്തിനൊക്കെ ഒരു കുറവ് വരികയാണെങ്കിൽ അപ്പൊ എന്താണ് വിമാനം ഇറക്കേണ്ടി വരും അല്ലേ. പിന്നെ അതേപോലെ എന്താണ് നമ്മുടെ സാറ്റലൈറ്റ് യൂസ് ചെയ്ത് നമ്മളിപ്പോ ഒരു വലിയൊരു ഏരിയന്റെ ഫോട്ടോ എടുക്കുന്ന പോലെ വിമാനം ഉപയോഗിച്ചിട്ട് എന്താണ് അത്ര വലിയൊരു ഏരിയന്റെ ഫോട്ടോ എടുക്കാൻ കഴിയില്ല. അതാണ് അവർ ആദ്യമേ പറഞ്ഞത് വിസ്തൃതമായ പ്രദേശങ്ങളുടെ ചിത്രീകരണം പ്രായോഗികമല്ല എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ വിമാനം പറന്നു പോകുമ്പോൾ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടൊക്കെ എന്താണ് ചിലപ്പോൾ കുലുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. അതിനനുസരിച്ചിട്ട് എന്താണ് ആ ഒരു കുലുക്കൊക്കെ വിമാനത്തിന്റെ ചിത്രങ്ങളുടെ ഗുണമേന്മയെ ബാധിക്കും. ഓക്കെ, ഇനി അടുത്ത എന്താ പറയുന്നത് നോക്കാം. ഇനി നമുക്ക് ഉപഗ്രഹങ്ങളെ ഉപയോഗിച്ചുള്ള വിദൂര സംവേദനത്തെ പറ്റി പരിചയപ്പെടാന്നാ പറഞ്ഞത്. അപ്പൊ നമ്മളടുത്ത് ഉപഗ്രഹങ്ങളെ പറ്റിയുള്ള വിദൂര സംവേദനമാണ് പറയാൻ പോകുന്നത്. എന്താണ് ഒരു പ്രദേശത്തെ ഒന്നാകെ കാണുന്നതിനും ത്രിമാന ദൃശ്യത്തിന്റെ സഹായത്താൽ ഭൂപ്രതലത്തിന്റെ ഉയർച്ച താഴ്ചകൾ വേർതിരിച്ചറിയുന്നതിനും ആകാശീയ ചിത്രങ്ങൾ ഏറെ പ്രയോജനമായതിനാൽ രണ്ടാം ലോക യുദ്ധകാലത്തും തുടർന്നും ഇവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ധരാതലീയ ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും ആകാശീയ ചിത്രങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട്. ഇന്ത്യൻ ആകാശീയ ചിത്രങ്ങൾ എടുക്കുവാൻ തുടങ്ങിയത് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമാണ്. ഇനി ഈ ഒരു പോയിന്റ് നോക്കി വെച്ചോ. അടുത്ത് പറയാൻ പോകുന്ന പോയിന്റ്, ഇന്ത്യൻ വ്യോമസേന, കൊൽക്കത്ത ആസ്ഥാനമാക്കിയുള്ള എയറോസ്പേസ് കമ്പനി, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ എന്നീ ഏജൻസികൾക്കാണ് ഇന്ത്യയിൽ ആകാശീയ സർവേ നടത്താൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയില് മൂന്നേ മൂന്ന് ഏജൻസികൾക്കാണ് ആകാശീയ സർവേ നടത്താൻ ചുമതലയുള്ളത്. ഒന്ന് ആരാണ്? ഒന്ന് നമ്മുടെ ഇന്ത്യൻ വ്യോമസേന എയർഫോഴ്സ്, 2 കൊൽക്കത്ത ആസ്ഥാനമാക്കിയുള്ള എയറോസ്പേസ് കമ്പനി, 3 നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ NRSC ഹൈദരാബാദ്. അപ്പൊ ഇവർക്കൊക്കെയാണ് എന്താണ് നമ്മുടെ ആകാശീയ വിദൂര സംവേദനം നടത്താനുള്ള ചുമതല. വേറെ ആർക്കും ഇല്ല. വേറെ ആരെങ്കിലും ഓപ്ഷൻ വന്നാലും അത് കട്ട് ചെയ്ത് കളഞ്ഞോളൂ. ഓക്കെ, ഇനി നമുക്ക് ഉപഗ്രഹ വിദൂര സംവേദനം എന്താണെന്ന് നോക്കാം. ഇത്ര ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ സാറ്റലൈറ്റിൽ എന്താണ് ഒരു സെൻസർ വെച്ചിട്ട് അതുവഴി നമ്മൾ വിദൂര സംവേദനം നടത്തുന്നതിനെയാണ് നമ്മൾ ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറയുന്നത്. ഇനി കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്താണ്? രണ്ടായിട്ട് തിരിക്കാം. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെന്നും സൗരസ്ഥിര ഉപഗ്രഹങ്ങളെന്നും തിരിക്കാം. ഇത് രണ്ടും എന്താണെന്ന് നോക്കാം. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ, സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ഓക്കെ, ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. അപ്പൊ പേര് കാണുമ്പോൾ നമ്മള് ഭൂസ്ഥിര എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് നിൽക്കുകയാണത്. ഒരു സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് ആ ഒരു സാറ്റലൈറ്റ് ചെയ്യുന്നത്. അതായത് ഭൂസ്ഥിര. ഭൂമിയുടെ ഒരു പ്രദേശത്തെ 24x7 നോക്കി നിൽക്കുക, സ്ഥിരമായിട്ട് നോക്കി നിൽക്കുന്ന സാറ്റലൈറ്റ് ആണ് ഭൂസ്ഥിര ഉപഗ്രഹം എന്ന് പറഞ്ഞാല്. അതാണ് ഭൂമിയുടെ അപ്പോ ഭൂമിയുടെ ഒരു സ്ഥലത്തെ 24x7 നോക്കി നിൽക്കണമെങ്കിൽ എന്ത് വേണം? ഭൂമി ചലിക്കുന്നതോടൊപ്പം ആ ഒരു സാറ്റലൈറ്റും ചലിച്ചുകൊണ്ടിരിക്കണം. ഭൂമി കടന്ന് കറങ്ങല്ലേ. അപ്പൊ ഭൂമിന്റെ ഭ്രമണ വേഗതയ്ക്ക് അനുസരിച്ചിട്ട് ആ ഒരു സാറ്റലൈറ്റും എന്ത് വേണം? കറങ്ങിക്കൊണ്ടിരിക്കണം. ഇനി സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. അപ്പൊ നല്ല ഭയങ്കര ഹൈറ്റിലാണ്. അപ്പൊ ഭയങ്കര ഹൈറ്റിലാവുമ്പോ എന്താണ്? നമുക്ക് ഏകദേശം ഭൂമിന്റെ ഒരു 1/3 ഭാഗം തന്നെ ഒരൊറ്റ സാറ്റലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചിത്രീകരിക്കാൻ കഴിയും. അപ്പൊ വളരെ വലിയ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന സാറ്റലൈറ്റ് ആണ് എന്ത്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ. അതായത് 36,000 കിലോമീറ്റർ മുകളിൽ എന്ന് പറയുമ്പോൾ ഒരു ഭൂമിന്റെ 1/3 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കാൻ ചെയ്യാൻ പറ്റും. ഭൂമിയുടെ ഭ്രമണ വേഗത്തിൽ തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരു പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്നു. ഒരു പ്രദേശത്തിന്റെ സ്ഥിരമായ വിവരശേഖരണമാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പ്രദേശത്ത് തന്നെ 24x7 നോക്കി നിൽക്കുകയാണെങ്കിൽ എന്താണ്? നമുക്ക് ആ ഒരു പ്രദേശത്തിന്റെ എല്ലാ വിവരവും നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടും അല്ലെ. ഇനി ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? വാർത്താ വിനിമയം, ദിനാന്തരീക്ഷ സ്ഥിതി, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത്. ഇനി എക്സാമ്പിൾ ഉണ്ട്. ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ്. ഇനി അടുത്ത സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ഇത് സ്ഥിരമായിട്ട് നിൽക്കല്ല. സൗരസ്ഥിരം എന്ന് പറയുമ്പോൾ ഭൂസ്ഥിരം സ്ഥിരമാണെങ്കിലും സൗരസ്ഥിരം എന്ന് പറയുമ്പോൾ അത് സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു സാറ്റലൈറ്റ് അല്ല. അത് മാറിപ്പോവരുതേ.
ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന സാറ്റലൈറ്റുകളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. സഞ്ചാരപഥം ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 900 കിലോമീറ്റർ ആണ് ഉയരം. മറ്റേത് എത്രയാണ്? 36,000 കിലോമീറ്റർ ആണ്. ഇവിടെ എത്രയുള്ളൂ? 900 കിലോമീറ്റർ ഉള്ളൂ. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധിയാണ് അല്ലെ. നേരത്തെ ഒരു ഭൂസ്ഥിര ഉപഗ്രഹം കൊണ്ട് നമുക്ക് എന്താണ് 1/3 ഓഫ് എർത്ത് നമുക്ക് കംപ്ലീറ്റ്ലി സ്കാൻ ചെയ്യാം. ഇവിടെ എന്താണ് 900 കിലോമീറ്റർ ഉള്ള ഭൂമിയിൽ നിന്ന് മുകളിലേക്ക്. സോ നമുക്ക് എന്താണ് ആ 1/3 ഒന്നും നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റില്ല. കുറച്ച് നേരത്തെ നമ്മുടെ ഭൂസ്ഥിര ഉപഗ്രഹത്തെക്കാളും കുറവ് ഏരിയ ഉള്ളൂ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുക? സ്കാൻ ചെയ്യാൻ പറ്റുക. ഇനി എന്താ അടുത്ത പറയുന്നത്? കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരം. അപ്പൊ ആവർത്തിച്ച വിവരശേഖരം എങ്ങനെയാണ്? കാരണം എന്താണ്? ഇതെന്താ പറയുന്നത്? എന്താ പറഞ്ഞത്? നമ്മള് സൗരസ്ഥിരം പറഞ്ഞ പോൾസിനെ കേന്ദ്രീകരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാണ്. അപ്പൊ ജനുവരി 1 ഇപ്പോ നമ്മുടെ ഇന്ത്യന്റെ മുകളിൽ വന്നു. ജനുവരി 1 ഇന്ത്യന്റെ മുകളിൽ വന്നു. പിന്നെ തിരിച്ച് കറങ്ങി വരണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം. ഇതിൽ ഏതൊരു ഫിക്സഡ് സമയമായിരിക്കും. അപ്പൊ ഒരു വർഷം കൊണ്ടാണ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആക്കുന്ന സാറ്റലൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് ജനുവരി 1 ഇന്ത്യയുടെ മുകളിലാണെന്നുണ്ടെങ്കിൽ 2023 ജനുവരി 1 ഇന്ത്യയുടെ മുകളിലാണെങ്കിൽ ഇനി 2024 ജനുവരി 1 ഉള്ളൂ ആ ഒരു സാറ്റലൈറ്റ് ഇന്ത്യയുടെ മുകളിൽ വരിക. അപ്പൊ അതാണ് പറയുന്നത് കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിന്റെ ആവർത്തിച്ചിട്ടുള്ള വിവരശേഖരണം. ഇനി ഇത് എന്തിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെ കുറിച്ചുള്ള വിവരശേഖരണത്തിന്. അതായത് ഇപ്പം പ്രകൃതി വിഭവങ്ങളൊക്കെ അങ്ങനെ പരന്നു കിടക്കുകയാണ്. അതേപോലെ നമ്മുടെ ഭൂഗർഭജലം ഒരു ഭാഗത്ത് മാത്രമാണോ? അല്ല, അതിങ്ങനെ പരന്നു കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാറ്റലൈറ്റ് പോകുന്ന വഴിക്ക് എവിടൊക്കെയാണ് ഭൂഗർഭജലം ഉള്ളത്, എവിടൊക്കെയാണ് പ്രകൃതി വിഭവങ്ങൾ, പുതിയ വല്ല സ്പീഷ്യസോ പുതിയ വല്ല മരോ വനോ ഒക്കെ ഉണ്ടെന്ന് കണ്ടെത്തുന്നത് ആരാണ്? ഈ സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ്. ഇനി വിദൂര സംവേദനത്തിന് മുഖ്യമായും ഈ ഒരു ഉപഗ്രഹങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു. അപ്പൊ വിദൂര സംവേദനത്തിന് മുഖ്യമായും ഉപയോഗപ്പെടുത്തുന്ന സാറ്റലൈറ്റുകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? അത് സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ്. കീ പോയിന്റ് ആണ്. വിദൂര സംവേദനത്തിന് മുഖ്യമായും ഉപയോഗപ്പെടുത്തുന്നത് ആരേനെയാണ് അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്നത് ആരേനെയാണ്? സൗരസ്ഥിര ഉപഗ്രഹങ്ങളെയാണ്. ഇനി ഇതിന്റെ എക്സാമ്പിൾസ് ഉണ്ട്. IRS, ലാൻഡ്സാറ്റ് തുടങ്ങിയ ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്. ഏതൊക്കെയാണ്? IRSഉം ലാൻഡ്സാറ്റും. ഇനി നോക്കാം. ഇനി എന്താ പറയുന്നത്? ഇത്ര നേരം നമ്മൾ പറഞ്ഞതിനെയാണ് പിന്നെയും പറയുന്നത്. എന്താണ്? ഒരു വസ്തുവിൽ തട്ടിയിട്ട് ആ വസ്തു പ്രതിഫലിപ്പിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേസിനെയാണ് എന്ത് ഈ ഒരു സംവേദനങ്ങൾ പകർത്തുന്നത്. ഭൗമ ഉപരിതലത്തിലെ ഓരോ വസ്തുവും വൈദ്യുത കാന്തിക വികിരണത്തെ പ്രതിഫലിപ്പിക്കുന്നത് വ്യത്യസ്ത അളവിലാണ് അല്ലെ. ഇപ്പം പച്ച നിറമുള്ള ഒരു അല്ലെങ്കിൽ ഒരു ഇല പച്ച നിറാണ്. ആ ഒരു റേഡിയേഷന്റെ അല്ലെങ്കിൽ ആ ഒരു അളവില് ആയിരിക്കില്ല ചുവപ്പ് നിറമുള്ള ഒരു പൂവ് അതിന്റെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേസ് റിഫ്ലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുന്നത്. അപ്പൊ രണ്ടും രണ്ട് വാല്യൂസ് ആയി. അത് രണ്ട് ഒബ്ജക്റ്റ്, രണ്ട് കളറുള്ള ഒബ്ജക്റ്റ് പ്രതിഫലിപ്പിക്കുന്നത് രണ്ട് അളവിലുള്ള അല്ലെങ്കിൽ രണ്ട് വാല്യൂസിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേസ് ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഭൗമോപരിതലത്തിലെ ഓരോ വസ്തുവും വൈദ്യുത കാന്തിക വികിരണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത് വ്യത്യസ്ത അളവിലാണ്. ഉദാഹരണത്തിന് സസ്യങ്ങളുടെ ഊർജ പ്രതിഫലന ശേഷി, അതായത് ഊർജത്തെ പ്രതിഫലിപ്പിക്കാനുള്ള ശേഷി, ആ ഒരു എനർജിയെ റിഫ്ലക്ട് ചെയ്യാനുള്ള ശേഷി ജലാശയങ്ങളുടേതിൽ നിന്നും വ്യത്യസ്തമാണ് അല്ലെ. രണ്ട് കളറല്ലേ. ഒന്ന് ഇല എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്യങ്ങൾ എന്താണ്? പച്ച നിറാണ് മെജോറിറ്റി. പിന്നെ ജലാശയം എന്ന് പറഞ്ഞാൽ നീല നിറാണ്. രണ്ടിന്റെയും ഒരു റേഡിയേഷന്റെ എനർജി അല്ലെങ്കിൽ രണ്ടും പ്രതിഫലിപ്പിക്കുന്ന എനർജിന്റെ അളവ് എന്ന് പറഞ്ഞാൽ തീർത്തും വ്യത്യസ്തമായിരിക്കും. അതാണ് അവിടെ പറയുന്നത്. ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് വസ്തുവിന്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ. ഇപ്പൊ സിഗ്നേച്ചർ പറഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ, ഇപ്പൊ നമ്മുടെ സിഗ്നേച്ചർ ഭയങ്കര വാലിഡ് ആയിട്ടുള്ള സിഗ്നേച്ചർ ആണ്. അപ്പോൾ ഒരു സിഗ്നേച്ചർ പറഞ്ഞാൽ ഒരാളുടെ വാലിഡ് സാധനമാണ്. അപ്പൊ ആ ഒരു സിഗ്നേച്ചറിന്റെ വേറൊരു കോപ്പി വേറൊരാൾക്ക് ഉണ്ടാവാൻ പാടുമോ? ഇല്ല. അതിന്റെ എക്സാക്ട് കോപ്പി വേറെ ആൾക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ എന്താണ്? അങ്ങനെ ആലോചിച്ചാൽ മതി. സ്പെക്ട്രൽ സിഗ്നേച്ചർ പറഞ്ഞാല് അത് ആ ഒരു ഒബ്ജക്റ്റിന്റെ ഐഡന്റിറ്റിയാണ്. എന്റെ സിഗ്നേച്ചർ എന്റെ ഐഡന്റിറ്റി ആണെന്ന് പറഞ്ഞ പോലെ ആ ഒരു ഒബ്ജക്റ്റിന്റെ ഐഡന്റിറ്റിയാണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ. അപ്പോൾ അത് ആ ഒരു സ്പെക്ട്രൽ സിഗ്നേച്ചർ ഒരു കളറിന് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആ ഒരു വാല്യൂവിൽ വേറെ ഒരു ആൾക്ക് സ്പെക്ട്രൽ സിഗ്നേച്ചർ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് വസ്തുവിന്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. കൃത്രിമ ഉപഗ്രഹങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകൾ ഭൂതലത്തിലെ വിവിധ വസ്തുക്കളുടെ അവയുടെ സ്പെക്ട്രൽ സിഗ്നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞ വിവരങ്ങൾ സംഖ്യാരൂപത്തിൽ ഭൂതല കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നു.
എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവ കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ വ്യാഖ്യാനിച്ച് ചിത്രരൂപത്തിലാക്കുന്നു. ഇവയാണ് ഉപഗ്രഹ ചിത്രങ്ങൾ. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് പറയാം. അപ്പൊ നമ്മള് ഒരു തണ്ണീർത്തടം, ഒരു വെറ്റ്ലാൻഡിന്റെ ഫോട്ടോ എടുക്കുകയാണ്. ആരാ എടുക്കുന്നത്? നമ്മുടെ സാറ്റലൈറ്റ്. അപ്പോൾ സൂര്യനിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന എനർജി സോഴ്സ് അല്ലെങ്കിൽ ലൈറ്റ് സോഴ്സ് ആദ്യം എവിടെ വന്ന് തട്ടുന്നു? ആദ്യം നമ്മുടെ ഈ ഒരു വെറ്റ്ലാൻഡിൽ വന്ന് തട്ടുന്നു. വെറ്റ്ലാൻഡ് ജലാശയമാണ് മിക്കവാറും. അപ്പോൾ ആ ഒരു വെറ്റ്ലാൻഡ് ജലാശയമായതുകൊണ്ട് തന്നെ അത് നീല കളറിലുള്ള അല്ലെങ്കിൽ നീല വേവ് ലെങ്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു വാല്യൂലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേസ് ആണ് അല്ലെങ്കിൽ റേഡിയേഷൻ ആണ് എന്ത്? പ്രതിഫലിപ്പിക്കുക. ആ പ്രതിഫലിപ്പിച്ച ആ ഒരു വാല്യൂവിനെ, ആ ഒരു റേഡിയേഷനെ പറഞ്ഞ പേരാണ് എന്ത്? സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ആ ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു തണ്ണീർത്തടം എന്താണ് പ്രതിഫലിപ്പിക്കുന്ന ഊർജ്ജത്തിന്റെ അളവിനെ നമ്മൾ സ്പെക്ട്രൽ സിഗ്നേച്ചർ, ആ തണ്ണീർത്തടത്തിന്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നു. ഈ ഒരു സ്പെക്ട്രൽ സിഗ്നേച്ചർ ആരാണ് ക്യാപ്ചർ ചെയ്യുന്നത്? നമ്മുടെ സെൻസറാണ്, സാറ്റലൈറ്റിലുള്ള സെൻസറാണ് ക്യാപ്ചർ ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഒരു സിഗ്നേച്ചർ അല്ലെങ്കിൽ സ്പെക്ട്രൽ സിഗ്നേച്ചർ അതിനെ തിരിച്ചറിഞ്ഞിട്ട് അതിന്റെ വിവരങ്ങളൊക്കെ ശേഖരിച്ച് അതിന് ഈക്വൽ ആയിട്ടുള്ള നമ്പേഴ്സ് ആക്കിയിട്ട് അത് കൺവേർട്ട് ചെയ്യും. ഇപ്പൊ വരുന്നത് റേസ് ആണ്, അല്ലെങ്കിൽ ആ റേസിന്റെ വാല്യൂസ് നമ്മൾ എന്താ നമ്പേഴ്സ് ആക്കിയിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യും. റേസിലുള്ള ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യും? നമ്പേഴ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഒരു കൺവേർട്ട് ചെയ്ത് നമ്മുടെ സാറ്റലൈറ്റ് എന്ത് ചെയ്യും? നേരെ ഭൂമിയിലുള്ള നമ്മുടെ ISROക്കോ അല്ലെങ്കിൽ ഇതേ പറഞ്ഞ പോലെ NRSക്കോ അല്ലെങ്കിൽ എന്താ പറയുക കൊൽക്കത്തയിലുള്ള എയറോസ്പേസ് കമ്പനിക്കോ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിനൊക്കെ അവർക്കാണ് അതിന്റെ സോഴ്സ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ അവർക്ക് അയച്ചു കൊടുത്ത ആ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഉണ്ടാക്കുന്നത്? ഉപഗ്രഹ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത്. ആ ഒരു വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു വാല്യൂസിനൊക്കെ വ്യാഖ്യാനിച്ചിട്ട് അതിനെ ചിത്ര രൂപത്തിലാക്കുന്നു. ഇവയാണ് ഉപഗ്രഹ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്താണ് സ്പേഷ്യൽ റെസൊല്യൂഷൻ? സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പോൾ ഒരു ഉപഗ്രഹത്തിന് അതിന് ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ വസ്തുവിന്റെ വലുപ്പം, അതായത് ഇപ്പോൾ നമ്മുടെ IRS എടുക്കാം അല്ലെങ്കിൽ ഇൻസാറ്റ് എടുക്കാം. ആ ഇൻസാറ്റിന് നമ്മുടെ ഭൂമിയിൽ ഉള്ള ഒരു ഒബ്ജക്റ്റ്, അതായത് 10 × 10 ആ ഒരു ഏരിയയിലുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് മനസ്സിലാക്കാൻ കഴിയാതെ. അതിനല്ല, അത്രയും ചെറിയൊരു, അതിന് ഏറ്റവും മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഒബ്ജക്റ്റിന്റെ അളവ് ആണ് എന്ത്? നമ്മുടെ സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ പിക്സിൽ പറയില്ലേ 10 × 10, 5 × 5 അങ്ങനെ പറയും. ഇപ്പോൾ ലാൻഡ്സാറ്റ് ആണെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ലാൻഡ്സാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാറ്റലൈറ്റിന് ഭൂമിയിലുള്ള 30 × 30 ആ ഒരു സൈസിലുള്ള ആ ഒരു പിക്സലിലുള്ള ഒബ്ജക്റ്റിനെയാണ് ഏറ്റവും ചെറിയ ഒബ്ജക്റ്റ്, അതിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഒബ്ജക്റ്റ് പറഞ്ഞാൽ 30 × 30 ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, അതാണ് അതിന്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉപഗ്രഹത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറിന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഭൂതലത്തിലെ ഏറ്റവും ചെറിയ വസ്തുവിന്റെ വലുപ്പമാണ് സെൻസറിന്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വ്യത്യസ്ത സ്പേഷ്യൽ റെസൊല്യൂഷനുള്ള 2 സെൻസറുകൾ ഉപയോഗിച്ചെടുത്ത ഉപഗ്രഹങ്ങളാണ് ഇവ. താഴെ കൊടുത്തിരിക്കുന്ന കേട്ടോ. ഇവിടെ എന്താണ് സ്പേഷ്യൽ റെസൊല്യൂഷൻ 1 കിലോമീറ്റർ, ഇവിടെ സ്പേഷ്യൽ റെസൊല്യൂഷൻ 1 മീറ്റർ. അതായത് സ്പേഷ്യൽ റെസൊല്യൂഷൻ കുറയും തോറും ആ ഒരു ഉപഗ്രഹം എടുക്കുന്ന ചിത്രത്തിന്റെ ക്ലാരിറ്റി കൂടും. അങ്ങനെ നമ്മൾ നല്ല റെസൊല്യൂഷനിലൊക്കെ ഉള്ള, നല്ല റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം, നല്ല റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ സ്പേഷ്യൽ റെസൊല്യൂഷന്റെ വാല്യൂ കുറയാണ്. ആ വാല്യൂ കുറയുമ്പോൾ നമുക്ക് അത്രയും ക്ലാരിറ്റി ഉള്ള പിക്ചർ കിട്ടും. ഇവയിൽ ഏത് ചിത്രം എടുത്ത സെൻസറിനാണ് കൂടുതൽ സ്പേഷ്യൽ റെസൊല്യൂഷൻ ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ബിയിലാണ്. ഓക്കെ, എന്താണ് ചോദിച്ചിരിക്കുന്നത്? ചില ഉപഗ്രഹങ്ങളും അവയുടെ റെസൊല്യൂഷൻ വിവരങ്ങളും താഴെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ലാൻഡ്സാറ്റ് മൾട്ടി സ്പെക്ട്രൽ സ്കാനർ ആണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സെൻസർ എന്ന് പറഞ്ഞാൽ. അതെന്താണ്? ഭൂമിയിലെ 79 × 79 ആ ഒരു പിക്സലിലുള്ള അല്ലെങ്കിൽ ആ ഒരു ചതുരശ്ര മീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. ചതുരശ്ര മീറ്ററിലുള്ള ഒബ്ജക്റ്റിനെയാണ് ഏറ്റവും ചെറിയ വസ്തു എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിലുള്ള ആ ഒരു ചതുരശ്ര മീറ്ററിലുള്ള വസ്തുവിനാണ് അതിന് എന്താ പറയുക സെൻസർ ചെയ്യാൻ കഴിയുക. അതുപോലെ IRSന്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ എത്രയാണ്? 5.8 × 5.8 ആണ്. സ്പോട്ടിൻ്റെത് 20 × 20 ആണ്. ജിഒഐയുടെ 0.46 ആണ്. ഈ 0.46 എന്നൊക്കെ പറയുമ്പോൾ അത്രയും ചെറിയ വസ്തുവിന് വരെ ഈ ജിഒഐക്ക്
സെൻസർ ചെയ്യാൻ കഴിയും. അപ്പൊ ഇതിന്റെ ഒരു ക്ലാരിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവിടെ 1 മീറ്ററിൽ തന്നെ സ്പേഷ്യൽ റെസൊല്യൂഷൻ വന്നപ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാത്തിനും ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ 0.46 എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു ഐഫോണോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ ഉള്ള ഫോണിലൊക്കെ എടുത്തിട്ട് നമ്മൾ സൂം ചെയ്യൂലേ, മാക്രോ ഒക്കെ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ചെയ്യൂലേ, അപ്പൊ അത്ര ഒരു ക്ലാരിറ്റിയിൽ അതൊക്കെ മേലെ കിട്ടുമോ ചിലപ്പോ ട്ടോ. ഓക്കെ, റെസൊല്യൂഷനിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് ഉപഗ്രഹ ചിത്രങ്ങളുടെ വ്യക്തതയിലും വ്യത്യാസം ഉണ്ടാകും. അതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഇനി എന്താണ് വിദൂര സംവേദന സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ. ഇതെന്ന് പറഞ്ഞാല് ഇതൊരു കോമൺ ആയിട്ട് നമുക്ക് എല്ലാത്തിനും വേണമെങ്കിലും പറയാവുന്ന ഒരു പ്രയോജനങ്ങളാണ്. ഇത് നമുക്ക് ജസ്റ്റ് ആലോചിച്ചാൽ മതി. എന്താ, കാലാവസ്ഥാ നിർണയം, സമുദ്ര പരിവേഷണം, ഭൂവിനിയോഗം, വരൾച്ച ബാധിത പ്രദേശങ്ങൾ, വെള്ളപ്പൊക്ക ബാധിത പ്രദേശം, ഉൾവനങ്ങളിലെ കാട്ടുതീ കണ്ടെത്താൻ, വിളകളുടെ വിസ്തൃതി, അതായത് ലാൻഡ് യൂസ് എന്ന് പറയും. നമ്മൾ ഓരോ ലാൻഡിലും എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്, എന്താ കൾട്ടിവേഷൻ ആണോ അഥവാ സെറ്റിൽമെന്റ് ആണോ, അതായത് പാർപ്പിടങ്ങളാണോ, അങ്ങനെയൊക്കെ ഉള്ളത്. കീടബാധ എന്നിവയെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ വിളകളുടെ വളർച്ച, കീടബാധയുടെ വ്യാപനം, എണ്ണ പരിവേഷണം, അതായത് നമ്മൾ സ്കാൻ ചെയ്യൂലേ പെട്രോൾ ഉണ്ടോ, അതായത് നമ്മുടെ സാറ്റലൈറ്റ് യൂസ് ചെയ്തിട്ട് ഭൂമിന്റെ അടിയിൽ പെട്രോൾ ഉണ്ടോ, ഭൂഗർഭജലമാണോ, എന്താ ഉള്ളത്, കൽക്കരി ആണോ എന്നൊക്കെ നമ്മൾ സ്കാൻ ചെയ്യുന്നത് വെച്ചിട്ടാണ്, ഈ ഒരു റിമോട്ട് സെൻസിങ് വെച്ചിട്ടാണ്. ഭൂഗർഭ ജലലഭ്യതയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങൾ. ഓക്കെ, ഇനി ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, വിദൂര സംവേദനം ഇന്ത്യയിൽ. ഈ ഒരു ചാപ്റ്റർ കഴിയാറായി. ഓക്കെ, എന്താ പറയുന്നത്, വിദൂര സംവേദനം ഇന്ത്യയിൽ. ഇന്ത്യൻ വ്യോമ ചിത്രങ്ങളുടെ ഉപയോഗം 1924 ഡെൽറ്റ ചിത്രീകരണത്തോടെ ആരംഭിച്ചു. 1966 ഇന്ത്യൻ വ്യോമ ചിത്രങ്ങളുടെ വിശകലനത്തിനും പഠനത്തിനുമായി ഫോട്ടോ ഇന്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡൂണിൽ സ്ഥാപിതമായി. പിന്നീട് ഈ സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് IIRS എന്നായി മാറി. ഭാസ്കര 1, ഭാസ്കര 2 എന്നീ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണത്തോടെ 1970 ഇന്ത്യൻ ഉപഗ്രഹ വിദൂര സംവേദനത്തിന് തുടക്കം കുറിച്ചു. അപ്പൊ എന്നാണ് ഇന്ത്യൻ ഉപഗ്രഹ വിദൂര സംവേദന തുടക്കം കുറിച്ചത്? 97 എന്ന് ഓർത്തു വെക്കുക. അതേപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗിന്റെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂണിലാണെന്ന് ഓർത്തു വെക്കുക. ഇതിന്റെ മുന്നത്തെ പേര് എന്തായിരുന്നു? ഫോട്ടോ ഇന്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഇതിന്റെ മുന്നത്തെ പേര്. അതെന്ന് സ്ഥാപിതമായത് 1966 സ്ഥാപിതമായത്. ഓക്കെ, ഇനി ഇന്ത്യൻ വ്യോമചിത്രങ്ങളുടെ ഉപയോഗം 1924 ആരംഭിച്ചു തുടങ്ങിയത്. ഓക്കെ, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ NRSA എവിടെയാണ്? ഹൈദരാബാദ് ആണ്. മുൻപ് NRSA എന്ന് അറിയപ്പെട്ടു. അപ്പൊ നാഷണൽ റിമോട്ട് സെൻസിംഗിന്റെ മുന്നത്തെ പേര് എന്താണ്? NRSA എന്നായിരുന്നു. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി എന്നായിരുന്നു. ഭാരതീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം, ഒന്നുമില്ല, ISRO. ബഹിരാകാശ വകുപ്പ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് അപ്ലിക്കേഷൻ സെന്റർ SAC എന്നീ സ്ഥാപനങ്ങൾ ബഹിരാകാശ സാങ്കേതിക വിദ്യ സമൂഹ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുന്നതിൽ സദാ വ്യാപൃതമായിരിക്കുന്നു. ഓക്കെ, ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ ശേഖരണം, സംഭരണം, സംസ്കരണം, വിതരണം എന്നിവയെല്ലാം പൂർണ്ണമായ ചുമതല ഹൈദരാബാദ് ആസ്ഥാനമാക്കിയുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിനാണ്, NRSC. അപ്പൊ NRSC എവിടെയാണ്? ഹൈദരാബാദ് ആണ്. നമ്മൾ എടുക്കുന്ന എല്ലാ സാറ്റലൈറ്റ് ഇമേജസും എങ്ങനെ നമുക്ക് സാറ്റലൈറ്റ് ഇമേജസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സാറ്റലൈറ്റ് നമുക്ക് നേരിട്ട് ഇമേജ് അല്ല കിട്ടുക. സാറ്റലൈറ്റ്സ് നമുക്ക് വാല്യൂസ് ആണ് കിട്ടുക. ആ വാല്യൂസ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇമേജസ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇമേജസ് ആക്കുന്നത് ആരാണ്? ഈ പറയുന്ന NRSC ഹൈദരാബാദ് ആണ്. ഓക്കെ, അടുത്തെന്താണ് പറയുന്നത്? വിദൂര സംവേദന സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ ധാരാളം വിവരങ്ങൾ ലഭ്യമാകുന്നു. വിദൂര സംവേദന മാർഗങ്ങളിലൂടെയും അല്ലാതെയും ലഭിക്കുന്ന ഭൂവിവരങ്ങൾ വിശകലനം ചെയ്ത് ഭൂപടങ്ങൾ, പട്ടികകൾ, ഗ്രാഫുകൾ എന്നിവ തയ്യാറാക്കുന്നതിനും നമ്മുടെ അന്വേഷണങ്ങൾക്ക് ശാസ്ത്രീയമായ ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിനും ഭൂവിവര വ്യവസ്ഥ എന്നറിയപ്പെട്ട കമ്പ്യൂട്ടർ അധിഷ്ഠിത സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയും. അതായത് നമ്മൾ ഒരു എന്താ പറയാ, ഫോട്ടോ എടുത്തിട്ട് അതിനെ വിശകലനം ചെയ്തിട്ട് നമ്മൾ എന്താക്കും? പട്ടികയാക്കും, എക്സൽ ഷീറ്റുകളാക്കും, അല്ലെ? അതേപോലെ സാറ്റലൈറ്റ് ഇമേജ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഗ്രാഫുകളാക്കും, വാല്യൂസ് വെച്ചിട്ട്.
ഇപ്പോൾ 2010 ഒരു ഇമേജ് എടുത്തു, 2012 ഇമേജ് എടുത്തു. ആ രണ്ടിലും വരുന്ന ജലാശയങ്ങളുടെ ഏരിയയിൽ വരുന്ന മാറ്റം, അതേപോലെ തണ്ണീർത്തടങ്ങൾ വരുന്ന മാറ്റം, അതിന്റെ ഏരിയയിൽ വന്ന മാറ്റം, നെൽകൃഷിയിൽ വന്ന മാറ്റം, ഇതൊക്കെ നമുക്ക് ഗ്രാഫ് ആക്കാം, പട്ടികയാക്കാം, പൈ ഡയഗ്രാംസ് ആക്കാം, ഇതെല്ലാം ചെയ്യാം. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യുന്നത്. ഇനി ഭൂവിവര വ്യവസ്ഥ, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, ജിസ്. ജിസ് എന്ന് പറയുന്നത് എന്താണ്? ജിസ് എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, GIS എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സോഫ്റ്റ്വെയർ ആണ്. ഞാൻ സോഫ്റ്റ്വെയർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. ഭൂപടങ്ങൾ, ആകാശീയ ചിത്രങ്ങൾ, ഉപഗ്രഹ ചിത്രങ്ങൾ, പട്ടികകൾ, സർവേകൾ തുടങ്ങിയ വിവര സ്രോതസ്സുകളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ ഭൂവിവര വ്യവസ്ഥ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ നിവേശിപ്പിക്കുന്നത്, കയറ്റുന്നതിനും അവയെ വീണ്ടെടുക്കുന്നതിനും വിശകലനം നടത്തുന്നതിനും ഭൂപടങ്ങൾ, പട്ടികകൾ, ഗ്രാഫുകൾ എന്നിവയിലൂടെ അവയെ വിശദമാക്കുന്നതിനുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത ഒരു വിവര സഞ്ചയ വ്യവസ്ഥയാണ് ഭൂവിവര വ്യവസ്ഥ. അതായത് എന്താ വെച്ചാൽ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രോഗ്രാം. ആ പ്രോഗ്രാമിലേക്ക് എന്താണ്, നമ്മൾക്ക് കിട്ടിയ എല്ലാ വാല്യൂസും നമ്മൾ അതിലേക്ക് അത് പറയുന്ന രീതിക്ക് നമ്മൾ അതിലേക്ക് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അത് നമുക്ക് തരുന്നത് എന്താണ്, നമ്മൾ കൊടുത്ത ഡാറ്റാസ് എല്ലാം വെച്ചിട്ട് അതിനെ വിശകലനം നടത്തിയിട്ട് നമുക്ക് ഏത് രൂപത്തിലാണ്, നമുക്ക് പട്ടിക രൂപത്തിലാക്കാനുള്ള വിവരങ്ങളാണെങ്കിൽ അങ്ങനെ തരും. അല്ല നമുക്ക് ഗ്രാഫ് പോലെ ആക്കാനാണ് വിവരങ്ങൾ ആവശ്യം എന്നുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരിക. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എല്ലാ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഈ ഒരു സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഈ ഒരു ജിസ്സിന് കൊടുക്കും. ആ ജിസ് എന്ത് ചെയ്യും, അതിനെ വിശകലനം നടത്തും. ഭൂപടങ്ങൾ, പട്ടികകൾ, ഗ്രാഫുകൾ എന്നിവയിലൂടെ അവയെ വിശദമാക്കി നമുക്ക് കാണിച്ചു തരും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു വിവര സഞ്ചയ വ്യവസ്ഥ എന്നൊക്കെ പറയുന്നതാണ് വിവര സഞ്ചയ വ്യവസ്ഥ. കുറെ പ്രോഗ്രാമുള്ള ഒരു സോഫ്റ്റ്വെയർ, അതാണ് നമ്മുടെ ജിസ് എന്ന് പറയുന്നത്. ആക്ച്വലി ജിസ് എന്ന് പറഞ്ഞാൽ പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്, നമ്മൾ പൈസ കൊടുത്ത് വേണം ജിസ് യൂസ് ചെയ്യാൻ. അതല്ലാണ്ട് നമുക്കിപ്പോൾ ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ഇതേ ഒരു ഉപയോഗമുള്ള സോഫ്റ്റ്വെയർ ആണ് QGIS എന്ന് പറയുന്നത്. ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുണ്ട് QGIS എന്താണെന്ന്. QGIS എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ഭൂവിവര വ്യവസ്ഥയാണ്. ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ ഇതേപോലെ എന്താണ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടർ ഒരു പ്രോഗ്രാം ആണ്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ് QGIS എന്ന് പറയുന്നത്. ഓക്കെ, സിഡികൾ, സ്കാനറുകൾ തുടങ്ങിയ വിവിധ സങ്കേതങ്ങളുടെ സഹായത്താൽ അടിസ്ഥാന വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ പ്രവേശിക്കുക എന്നതാണ് ആദ്യ ഘട്ടം. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നമ്മളെ കയ്യിൽ എന്തുണ്ട്, നമുക്ക് സാറ്റലൈറ്റിൽ നിന്ന് കിട്ടിയ ഡാറ്റാസ് ഉണ്ട്. അത് നമ്മൾ ആദ്യം ഒരു CD-യിൽ, അപ്പോൾ സാറ്റലൈറ്റ് നമുക്ക് കിട്ടിയ സാധനം നമ്മൾ എന്താണ് എന്തായാലും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കും. അത് നമ്മൾ എന്തൊക്കെയാക്കും, ഒരു CD-ക്കോ അല്ലെങ്കിൽ പെൻഡ്രൈവിലേക്കോ എന്തെങ്കിലുമൊക്കെ ആക്കിയെടുക്കും. ആ ഒരു സാധനം നമ്മൾ എങ്ങോട്ട് കൊടുക്കും, കമ്പ്യൂട്ടറിൽ പ്രവേശിപ്പിക്കുക എന്നതാണ് ആദ്യ ഘട്ടം. ഡൗൺലോഡ് ചെയ്തെടുത്ത സാധനം നമ്മൾ CD-യിലാക്കിയിട്ട് എങ്ങോട്ട് കയറ്റും, കമ്പ്യൂട്ടറിൽ പ്രവേശിപ്പിക്കുക എന്നതാണ് ആദ്യ ഘട്ടം. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കമ്പ്യൂട്ടർ കയറ്റുന്നത് ചോദിക്കുകയാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം യൂസ് ചെയ്തിട്ടായിരിക്കും. അത് അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് വേറെ ഒരു കമ്പ്യൂട്ടറിലേക്കാണ് നമ്മൾ അത് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്താണ്, അത് നമ്മൾ വേറെ പെൻഡ്രൈവിലേക്കോ അതേപോലെ CD-യിലേക്കോ സ്കാനറിലേക്കോ മാറ്റിയിട്ട് വേണം വേറെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുക. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആദ്യം വിവരം എന്താണ്, കമ്പ്യൂട്ടറിൽ പ്രവേശിപ്പിക്കുക എന്നതാണ് ആദ്യഘട്ട പ്രവർത്തനം. ശേഖരിക്കപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനമാക്കി ഭൂവിവര വ്യവസ്ഥ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ വിവിധ വിഷയാധിഷ്ഠിത പാളികളായി മാറ്റാൻ കഴിയുന്നു. അതായത് ലെയേഴ്സ് ആക്കി മാറ്റാൻ കഴിയുന്നു. ഈ ലെയേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഇവിടെ കണ്ടോ നീല നിറം, ഇതെന്താണ്, ജലാശയങ്ങളെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ലെയർ ആണ്. ഇതിന്റെ അടിയിൽ ഇതിന്റെ പാളി 2 എന്ന് കണ്ടില്ലേ, ഈ പാളി 2 എന്തായിരിക്കും, ചിലപ്പോൾ അത് അവിടെയുള്ള സസ്യങ്ങളെ പറ്റിയിട്ട് ഉള്ള മാത്രം ഡീറ്റെയിൽസ് ആയിരിക്കും. അപ്പൊ അതിന്റെ നിറം എന്തായിരിക്കും, പച്ച നിറമായിരിക്കും. ഇനി പാളി 1 എന്ന് പറഞ്ഞത് ഏറ്റവും അടിയിലുള്ള ഒരു വേറെ പാളി, അപ്പോൾ ഒരു ഏരിയയിൽ കൂടെ പോകുന്ന റോഡ് നെറ്റ്വർക്ക് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും. അപ്പോൾ ഡീറ്റെയിൽസ് ആയിരിക്കും. അപ്പോൾ എന്താണ് പറയുന്നത്, ഓരോരോ പാളികളാക്കാന്ന് പറഞ്ഞാൽ ജലാശയത്തിന്റെ ഡീറ്റെയിൽസ് ഒരു പാളിയാക്കുക, അവിടെയുള്ള സെറ്റിൽമെന്റ് ബിൽഡിങ്ങിന്റെ ഡീറ്റെയിൽസ് ഒരു പാളിയാക്കുക, അതേപോലെ സസ്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒരു പാളിയാക്കുക. അതാണ് അവിടെ പാളികളാക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലെയേഴ്സ് ആക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എന്താക്കി, കമ്പ്യൂട്ടറിലേക്ക് കയറ്റി നമ്മൾ എന്താക്കി അതിനെ
വിവിധ പാളികളാക്കി, അത് വിവിധ വിഷയാധിഷ്ഠിത പാളികളാക്കി. വിവിധ വിഷയാധിഷ്ഠിതം പറഞ്ഞാൽ പാളി 3-ലെ വിഷയം എന്താണ്? ജലാശയം. പാളി 2-ലെ വിഷയം എന്താണ്? നമ്മുടെ നെൽവയൽ അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ മരങ്ങള്. പാളി 1-ലെ വിഷയം എന്താണ്? നെറ്റ്വർക്ക്, റോഡ് നെറ്റ്വർക്ക്. അങ്ങനെയാണ് പാളികളാക്കിയിട്ട് ഓരോ വിഷയത്തിനനുസരിച്ച് മാറ്റുന്നത്. മാത്രമല്ല പല വിശകലന പഠനങ്ങൾക്കും വിധേയമാക്കാനും സാധിക്കുന്നു. വിശകലനത്തിന് വിധേയമായ വിവരങ്ങളെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പട്ടിക രൂപത്തിലോ ഡിജിറ്റൽ സാംഖിക രൂപത്തിലോ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാം. ഇതിനെ എന്ത് ചെയ്യുന്നു? ഈ ലെയേഴ്സ് ആക്കിയ ഡീറ്റെയിൽസിനൊക്കെ വിശകലനം ചെയ്ത്, അതൊക്കെ സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്യുന്നത്, വിശകലനം ചെയ്തിട്ട് അതിനെ വിവരങ്ങളാക്കി മാറ്റുന്നു. അതാണ് നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് ആണ് ആ വിവരങ്ങൾ. അത് നമുക്ക് പട്ടികയാക്കാം, സാംഖിക രേഖകളാക്കാം, ഭൂപടങ്ങളാക്കാം. ഇപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ജലാശയങ്ങളുടെ മാത്രം ഒരു ഭൂപടം കിട്ടും, റോഡ് നെറ്റ്വർക്കിന്റെ മാത്രം ഒരു ഭൂപടം കിട്ടും. പിന്നെന്താണ്? ആ ഒരു ഏരിയയിലെ ഗ്രീനറി, അതായത് ഒരു ഏരിയയിലെ പച്ചപ്പിന്റെ മാത്രം ഒരു ഭൂപടം നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ വ്യത്യസ്ത ഭൂപടങ്ങളാക്കാം, ഡിജിറ്റൽ രേഖകളാക്കാം, പട്ടികകളാക്കാം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്കതിനെ എന്ത് കിട്ടും? നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്കതിനെ മാറ്റാം. അതാണ് ഇവിടെ പറയുന്നത്. ഇനി ഈ ഒരു ചാപ്റ്റർ ഒരു കുറച്ചുകൂടിയുണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആക്കിയിടാം. ഇത്ര വരെ എന്ന് പറയുന്നത് എന്താണ്? ജിസ് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ഥാനീയ വിവരങ്ങളാണ് പറയാനുള്ളത്. അതിൽ കുറച്ച് സോഫ്റ്റ്വെയർസും പിന്നെ പാളികളെ പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. വീടിൻ്റെ അടുത്ത് ഒരുപാട് പോകുമ്പോൾ നമുക്ക് ബോറടിക്കും. അപ്പോൾ കുറച്ചും കൂടി ഈ ഒരു ഏരിയ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളതാണ്. സോ നമുക്കിത് അടുത്തൊരു വീഡിയോ ആയിട്ട് പറയാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് പ്രയോജനമായി തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിലൊന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു ബാക്കി ഭാഗം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ചും കൂടിയുണ്ട്, ഏകദേശം ഒരു 5-6 പേജ്, 10-ന് താഴെ ഒരു പേജ് കൂടിയുണ്ട്. അതും കൂടിയും കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാം. ഒരുപാട് വീഡിയോ ലെങ്ത് പോയത് നമുക്കും അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ഉടനെ തന്നെ അതിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യും. നന്നായി പഠിക്കുക, നന്നായിട്ട് റിവിഷൻ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.